ಗಗನವೇ ಬಾಗಿ ಭುವಿಯನು ಕೇಳಿದ ಹಾಗೆ ಕಡಲು ಕರೆದಂತೆ ನದಿಯನು ಭೇಟಿಗೆ ಯಾರು ಬಂದಿರದ ಮನಸ್ಸಲ್ಲಿ ನಿನ್ನ ಆಗಮನ ಈ ದಿನ ನೀಡುವ ಮುನ್ನ ನಾನೇ ಆಮಂತ್ರಣ ಗಗನವೇ ಬಾಗಿ ಭುವಿಯನು ಕೇಳಿದ ಹಾಗೆ ಕಡಲು ಕರೆದಂತೆ നദിയനോ ഭേട്ടികേ. ഏത് ഭാഷയിൽ പാട്ടുകൾ ഹിറ്റായാലും മലയാളത്തിൻ്റെ സ്വന്തമാണ് ജാസി ഗിഫ്റ്റ്. സംഗീത സബരിയ 23 വർഷം തികയ്ക്കാൻ 2 വർഷം കൂടി മാത്രം മതി. വെൽക്കം ടു QAT. താങ്ക് യു. ജാസി ഗിഫ്റ്റിൻ്റെ കാൽനൂറ്റാണ്ട്, സംഗീതത്തിലെ കാൽനൂറ്റാണ്ട്, 25 വർഷം എന്ന് പറയുന്നത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാറ്റങ്ങളുടെ ഒരു സമയം കൂടിയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ജനറേഷന് ആ ഒരു തുടക്കകാലം ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പോലും പറ്റിയെന്ന് വരില്ല. അങ്ങനെ ഒരു വലിയ മാറ്റങ്ങളിലൂടെ കടന്നുപോയ ഒരു 25 വർഷം, അത് ജാസി ഗിഫ്റ്റ് എന്ന ഗായകൻ മാത്രമല്ല, മലയാള സിനിമ, മലയാള സംഗീതം എല്ലാം. അതെ, ഒരു ട്രാൻസിഷൻ പീരീഡിൽ കൂടെ ആക്ച്വലി പോയിരുന്നു. ഇപ്പം ഞങ്ങളുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് അനലോഗ് ടു ഡിജിറ്റൽ വരുന്ന ഒരു ടൈം പീരീഡായിരുന്നു. അത് കുറച്ച് എക്സ്പീരിയൻസ് ചെയ്തു. ആ സമയത്ത് തന്നെ യഥാർത്ഥത്തിൽ ഈ മൾട്ടി ട്രാക്ക് റെക്കോർഡിംഗ് ഒക്കെ നേരത്തെ ഉണ്ടെങ്കിലും നമ്മുടെ ആക്ച്വലി പക്ക ഒരു സോഫ്റ്റ്വെയർ ഓറിയൻറ്റഡ് മ്യൂസിക്കിലേക്കൊക്കെ വരുന്ന ഒരു സമയം, കറക്റ്റ് ഒരു ട്രാൻസിഷൻ പീരീഡ് ഒരു 20 ഇയർ ബാക്ക് ആയിരുന്നു. അതൊത്തിരി എക്സ്പീരിയൻസ് ചെയ്തു. പാട്ടുകളുടെ ശൈലിയിലുള്ള ഒരു മാറ്റം ക്രമേണ അതിപ്പോൾ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞങ്ങൾ 2000 ആ സമയത്താണ് AR സാർ വന്നതിന് ശേഷം ഉള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ഭയങ്കരമാണ്. ഇപ്പോൾ ടോട്ടലായിട്ട് മ്യൂസിക്കിന് അത് എല്ലായിടത്തും ഇൻഫ്ലുവൻസ് ചെയ്തു. പക്ഷെ നമ്മുടെ ഭാഗത്തും നമ്മളും കുറേ കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ഗ്രാജുവലായിട്ടുള്ളൊരു മൂവ്മെൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ പറയുന്നത് പോലെ ഒരു ജനറേഷൻ ഷിഫ്റ്റ് വരുന്നതൊക്കെ വളരെ ലേറ്റായിട്ടാണ്. അതൊരു 10 ഇയറൊക്കെ ആവുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ മൊത്തത്തിൽ എന്താണ്, എല്ലാവർക്കും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റികളിലൊക്കെ ഫ്രണ്ടിലേക്ക് വരാൻ പറ്റിയ ഒരു കാലഘട്ടം സത്യം പറഞ്ഞാൽ ഇപ്പോഴും സംജാതമായിരിക്കുകയാണ്. അങ്ങനെ തോന്നുന്നുണ്ട്. സംഗീതം തന്നെയാണ് ജീവിതം എന്ന രീതിയിലേക്ക് വരുന്നത് അത് എപ്പോഴത്തോട്ടാണ്? ഞാൻ ഫ്രണ്ട്സിനോടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ മ്യൂസീഷ്യൻ അല്ലെങ്കിൽ മ്യൂസിക് ആയിട്ട് ബന്ധമുണ്ടെന്ന് തോന്നുന്നതൊക്കെ വളരെ ലേറ്റായിട്ടാണ്. ഞാൻ ആക്ച്വലി മ്യൂസിക് ഒരു മെയിൻ പ്രൊഫഷൻ ആക്കണം എന്നുള്ളൊരു ധാരണയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ബാൻഡിൽ കീബോർഡിസ്റ്റ് ആയിരുന്നു. ഇപ്പം ഹോട്ടൽ ബാൻഡിൽ ഒത്തിരി പ്ലേ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോളേജിൽ പഠിക്കുമ്പോഴേ ഞാൻ പാട്ടുമായിട്ട് ബന്ധമൊന്നും ഉള്ളതായിട്ടൊന്നും ആർക്കും അറിയില്ല, എൻ്റെ കൂടെ ഇരിക്കുന്നവർക്കും. പിന്നെ ഞാൻ കീബോർഡ് വായിക്കാൻ പോകുമെന്ന് അറിയാം അവിടെ ഇവിടെ. പിന്നെ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു ഷോയൊക്കെ നടത്തി പിന്നെയാണ് ആക്ച്വലി പാട്ടെന്നുള്ള സംഭവത്തിലേക്ക് വരുന്നത്. പക്ഷേ പ്രധാനമായിട്ടൊരു പ്രൊഫഷൻ ആക്കണമെന്നുള്ളൊരു ഉദ്ദേശം ആ സമയത്ത് വളരെ കുറവായിരുന്നു. കാര്യം അറിയാമല്ലോ, ട്രിവാൻഡ്രത്ത് ഒരു 20 വർഷം മുമ്പുള്ള ജീവിതം എന്ന് വെച്ചാൽ ആക്ച്വലി നമുക്ക് എല്ലാവർക്കും അറിയാം, സാധാരണ ഒരു എല്ലാവരും പറഞ്ഞ സർക്കാർ ജോലി ആയിരുന്നു അതിൻ്റെ ഒരു സംഭവത്തിനാണ്. പക്ഷേ മ്യൂസിക്കിന്, ഫിലിം മ്യൂസിക്കിലേക്ക് അന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പെട്ടെന്ന് ചെന്നെത്തുക ഇന്നത്തെ പോലെ അത്രയും ഒരു എളുപ്പമായിട്ട് തോന്നിയിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ അന്നിപ്പോൾ നമുക്ക് ഡെമോ ചെയ്ത് കാണിക്കണമെങ്കിലും ഇല്ലെങ്കിൽ അത് ഒത്തിരി കൺവെൻഷനലായിട്ടുള്ള കാര്യങ്ങളിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ദൂരെ കൂട്ടി കാണാൻ മാത്രം ഉള്ളൊരു സംഭവമായിരുന്നു. പക്ഷേ ഈ ഒരു ക്ലോസ്നെസ് ആയിട്ട് ഇപ്പോഴെല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്, അതന്ന് ഇല്ലായിരുന്നു. അത് കാരണം മ്യൂസിക് പ്രൊഫഷൻ ആക്കണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം മനസ്സിൽ ഉണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് അന്ന് ഈ പാരലൽ മ്യൂസിക് ഒന്നുമില്ല, ആൽബം ഒന്നുമില്ല. എനിക്ക് തോന്നുന്ന ആ സമയത്താണ് മലയാളത്തിൽ ആദ്യത്തെ ഒരു പാരലൽ മ്യൂസിക്, 1-2 അവിടെ ഇവിടെ ഉണ്ടില്ലെന്ന് പറയുന്നില്ല, എങ്കിലും വളരെ കുറച്ച്. ബാലുവിൻ്റെ കൺഫ്യൂഷനാണ് അതിന് ഫസ്റ്റ് ഒരു ഇൻഡിപെൻഡൻറ്റ് സോങ് ആയിട്ട് വന്ന് വെളിയിൽ. അപ്പം ഞങ്ങളെല്ലാം അതിന് വക്താക്കളാണ്. അതിൻ്റെ പ്രൊഡക്ഷനും എല്ലാം നമ്മൾ അറിയുന്ന ഒരു സംഭവമായിരുന്നു. അങ്ങനെ പാരലായിട്ടുള്ള മ്യൂസിക്കിൻ്റെ സ്ട്രെങ്ത് അന്ന് അറിയില്ലായിരുന്നു. അത് കാരണം അതിന് ഈ മ്യൂസിക് എന്നുള്ളൊരു തൊഴിലിന് ശക്തി ഉണ്ടാകുമോ എന്നുള്ള ഡൗട്ട് അന്നുണ്ടായിരുന്നു. 20 വർഷത്തെ കേരളം എന്ന് പറയുമ്പോൾ ആ കേരളം എന്ന് പറയുന്നതിനകത്ത് ലജ്ജാവതി എന്ന പാട്ടുണ്ട്. 20 വർഷം എന്ന് പറയുന്നത് ഇതിപ്പോൾ 20 വർഷമായി എന്ന് ആലോചിക്കുമ്പോഴാണ് അത്ഭുതം. ആ വൈബ് ഇതുവരെ മാറിയിട്ടേ. അതെ അതെ അതെ, വൈബ് കൂടുന്നുണ്ട്. ഇപ്പോൾ വൈബേഷ് കുമാരന്മാരാണ് ഇപ്പോൾ കോളേജിലൊക്കെ പോകുമ്പോഴേ ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഒത്തിരി ഇപ്പോഴത്തെ കുട്ടികൾ പാട്ട് എൻജോയ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ കോളേജിലൊക്കെ പോകുമ്പോഴും എവിടെ പോയാലും ലജ്ജാവതി തന്നെയാണ് അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട്. അത്
ബാക്കി പാട്ടുകൾ പാടിയിട്ട് ഈ പാട്ട് പാടുമ്പോൾ അവരത് എൻജോയ് ചെയ്യുന്നത് കാണുമ്പോഴത്തേക്ക് ഇഷ്ടമാണ്. പിന്നെ ഇപ്പോഴും ഒരു കൊച്ചുകുട്ടികൾ പാടുന്നത് കാണുമ്പോഴത്തേക്കൊരു സന്തോഷം ഉണ്ട്. അപ്പം ഞാൻ പറയും, സ്റ്റേജിൽ വെച്ച് തന്നെ ഞാൻ പറയാറുണ്ട്, ഈ പാട്ട് ഇപ്പോൾ അച്ഛനും അമ്മയോടും ചോദിച്ചു നോക്കണം, അവരുടെ കോളേജ് സമയത്ത് ഇറങ്ങിയ പാട്ടായിരിക്കും എന്ന് പറഞ്ഞ് ഒരു ഇൻട്രഡക്ഷനെ കൊടുത്താണ് പാടുന്നത്. ആ പാട്ട് ഒരു രണ്ടുപേര് തീർച്ചയായിട്ടും. ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ താഴമ്പുവോ താമരത്താരോ തേനോ തേനിലാവോ മാമഴമുത്തോ മല്ലിക്കൊളുന്തോ മീനോ മാരിവില്ലോ തൊട്ടുരുമി നിന്നാട്ടെ തൊട്ടാവാടി പെൺമാനെ മാനസക്കൊട്ടാര കെട്ടിനകത്തുള്ള രോജ രാജറാണി ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ. ഒരുവിധം സൗത്തിലെ എല്ലാ ഭാഷകളിലേക്കും ആ പാട്ട് സൗത്തിലെ 4 ലാംഗ്വേജിലേക്കാണ് ആദ്യമായിട്ട്. അതിലെല്ലായിടത്തും പാടുകയും ചെയ്തു. എല്ലായിടത്തും പാടി. ഏറ്റവും കൂടുതൽ പോപ്പുലറായത് എനിക്ക് തോന്നുന്നു തെലുങ്കും തമിഴിലും ഒത്തിരി പോപ്പുലറായി. പിന്നെ കന്നഡയിൽ ഇതിന് വേറൊരു വേർഷൻ ഉണ്ടായിരുന്നു, അതും അവിടെ പോപ്പുലറായി. അന്ന് ആ സമയത്ത് വിചാരിക്കായിരുന്നു ഭയങ്കര പല 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 മാറി മാറി വരുന്ന പേസുള്ള ഒരു പാട്ട്, അതെങ്ങനെ അന്യഭാഷയിൽ അത്ര എളുപ്പത്തിൽ അന്നത് പറ്റുമായിരുന്നു? എനിക്ക് തോന്നുന്നു ആക്ച്വലി അവിടെ ഒക്കെ ഈ റിതം ഓറിയൻറ്റഡ് സോങ്സിൻ്റെ ഒരു ടൈം അതിനു മുമ്പേ അവിടെ ഉണ്ട്. പ്രത്യേകിച്ച് ഡാൻസ് ഓറിയൻറ്റഡ് നമ്പേഴ്സ് എല്ലാം തമിഴിൽ തെലുങ്കിൽ കുറച്ചുകൂടെ ഈ മാസമായിട്ടുള്ള പാട്ടുകൾ അന്ന് മുതലേ ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ആക്ച്വലി ഇതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് കിട്ടി. അത് എനിക്ക് തോന്നുന്നു അവിടെയും ഈ പറയുന്ന പാട്ടിൻ്റെ ഒരു ട്യൂണും കാര്യങ്ങളും അവിടെ ഹെൽപ്പായി. അങ്ങനെ ബാക്കിയുള്ള പാട്ടുകളുടെ ഇടയിൽ അവിടെ ഒരു ഇത് വന്നു. പിന്നെ എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിലും എനിക്കിതൊരു ഡെമോ ആയി ആക്ച്വലി. ഇപ്പോൾ എന്താണ്, എനിക്ക് തന്നെ ഒരു സിംഗറാണെങ്കിലും മ്യൂസിക് ചെയ്യാനുള്ള ഒരാളാണെങ്കിലും എനിക്കൊരു ഡെമോ സാധനമായി ഈ പാട്ട്. അപ്പോൾ അത് കേട്ടിട്ട് എനിക്ക് ബാക്കി പാട്ടുകളിലേക്ക് വിളിക്കുകയും മ്യൂസിക് ചെയ്യാനാണെങ്കിൽ ആ രീതിയിൽ ഒത്തിരി കോൾസ് വരികയും ചെയ്തു. ജീവിതം വഴിമാറി അതിനുശേഷം അല്ലേ? അതെ അതെ. വളരെ പരീക്ഷണം പോലെ വന്നത്, വളരെ ഫ്രഷ് ആയിട്ട് വന്നത്, കൊല വിളിച്ച ആൾക്കാരും ഉണ്ട് ആ സമയത്ത്. അത് സംഗീതം നശിപ്പിക്കുന്നു, അർത്ഥമില്ലാത്ത വരികൾ, ആ ബഹളം ഉണ്ടായി. ഇപ്പൊ അതൊന്ന് ഒരുപക്ഷെ തിരിച്ചു തള്ളുന്ന ഒരു സംഭവമായിട്ട് മാറി. ആലോചിക്കുമ്പോൾ എങ്ങനെയായിരുന്നു അന്ന് ആ സമയത്ത്? പലപ്പോഴും പല അറ്റാക്ക് വന്നെന്ന് വെച്ചാൽ പാട്ടിൻ്റെ സ്റ്റൈല് അറിയാമല്ലോ. ഒരു ഡാൻസ് സോങ് എന്ന് പറയുമ്പോഴതിന് എപ്പോഴും നമ്മുടെ ഇവിടെ ഒരു വേറൊരു ക്ലാസ്സിലാണ് അതിനെപ്പോഴും നമ്മൾ കാണുന്നത്. ഡാൻസ് ഇച്ചിരി മെലഡിക് ആയിട്ടുള്ള പാട്ടുകൾ, അതിനൊക്കെ വേറൊരു രീതിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്നക്കിലേക്ക് കുറച്ചും കൂടെ ആക്രമണം കിട്ടാതെ രക്ഷപ്പെട്ട പാട്ടുകളാണ്. പിന്നെ എപ്പോഴും പോപ്പുലറായിട്ടുള്ളൊരു പാട്ടിന് അതിൻ്റേതായിട്ടുള്ളൊരു സ്ഥാനം ഉണ്ട്. സിനിമ പാട്ടുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. സിനിമ പാട്ടെന്ന് പറയുമ്പോഴത്തേക്ക് കമ്പോസറാണെങ്കിലും ഡയറക്ടറാണെങ്കിലും എല്ലാവരും ഇത് ആൾക്കാർ കേൾക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അപ്പോൾ അതിന് ആവശ്യമുള്ള എലമെൻറ്റുകൾ നമ്മളെപ്പോഴും ആഡ് ചെയ്യുക, അതിൽ വലിയ തെറ്റായിട്ട് തോന്നിയിട്ടില്ല. അതേപോലെ തന്നെ ആ ഒരു മോഡൽ തന്നെ റെയിൻ കമ്മകൈ. അതെ അതെ. പക്ഷെ പിന്നെ ആ ശൈലി ഉപയോഗിച്ച് കണ്ടേയില്ല. റെയിൻ്റെ പാട്ടുകൾ ആ സമയത്ത് തെമ്മാടിക്കാറ്റൊക്കെ പോപ്പുലർ ആണെങ്കിലും തെമ്മാടിക്കാറ്റ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആവുന്നത് ഒരു 1-2 വർഷം മുമ്പാണ് ആക്ച്വലി. അപ്പം നില്ലെന്നുള്ള സോങ്ങും തെമ്മാടിക്കാറ്റും, അതുപോലെ ആ സമയം ജയരാജ് സാറിന് വേണ്ടി അഴകാലില്ല എന്നുള്ള സോങ്ങും, അതൊക്കെ വളരെ റീസെൻ്റ് ആയിട്ടാണ് ബൂസ്റ്റഡ് ആവുന്നത്. അത് നമുക്കെപ്പോഴും നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത്രയും 18 വർഷം മുമ്പ് ഇറങ്ങിയ പാട്ട് വീണ്ടും ഒരു ലിഫ്റ്റ് കിട്ടുക എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ സഹായമാണ്. അപ്പം എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ നമുക്ക് എപ്പോഴും പറയാൻ പറ്റും, ഒരു മ്യൂസിക് ആണെങ്കിലും ഫിലിം ആണെങ്കിലും നമുക്ക് എപ്പോഴെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ഏജ്ഡ് ആവുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം മീഡിയയും എല്ലാം വന്നതിന് ശേഷം നമുക്ക് എപ്പോഴും വർക്ക് ചെയ്യാനൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഒരു സമയമുണ്ട്. നമ്മൾ കാലത്തെ അതിജീവിക്കുന്ന പാട്ടാണെന്ന് തോന്നുമ്പോൾ തന്നെ ഒരു വലിയൊരു അഭിമാനം അങ്ങനെ ഉണ്ട്. തീർച്ചയായിട്ടും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും എല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഒരു ഇതുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ അഴകാലിലെ, പിന്നെ സ്നേഹത്തുമ്പി, അതൊക്കെ വേറൊരു വൈബാണ്, വേറൊരു മെലഡി, ഒരു ഇതിൽ കൂടെ പോയത് അല്ലേ? ഒരു മെലഡി ആയിട്ടുള്ള പാട്ടുകളിൽ ആദ്യം ഞാൻ സഫലം എന്നുള്ള ഫിലിമാണ്, ജയസാറിൻ്റെ അസോസിയേറ്റ് അശോക് അദ്ദേഹത്തിൻ്റെ സഫലമാണ് ആദ്യം ചെയ്യുന്നത്. ആ പാട്ട് ഇറങ്ങുമ്പോഴൊന്നും അധികം ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ വന്നതിന് ശേഷമാണ് ആ പാട്ടും ഹിറ്റായത്. അപ്പം ഒത്തിരി പാട്ടുകൾ ചെയ്യേണ്ട അവസരങ്ങളിലൊക്കെ വന്നപ്പോഴത്തേക്കും മെലഡി ചെയ്യിപ്പിക്കാനുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആദ്യം.
പക്ഷേ ഈ പാട്ട് വന്നതിന് ശേഷം അത് മാറി. പക്ഷേ എനിക്ക് എപ്പോഴും ഞാൻ കന്നഡയിൽ എൻ്റെ ഈ പാട്ടുകളിൽ പോപ്പുലറായിട്ടുള്ളതെല്ലാം ഡാൻസ് നമ്പേഴ്സിനെക്കാട്ടിലും മെലഡി സോങ്സാണ്. അതാണ് ഞാൻ ആദ്യം പാടിയ ഗഗനവേ ഭാഗ്യം എന്നുള്ള സോങ്. അത് ശ്രേയ പാടി. ശ്രേയയ്ക്ക് അതിന് ഫിലിം ഫെയർ ഉണ്ട്, എനിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് മെലഡി സോങ്സ് നമുക്ക് ചെയ്യാൻ അവസരം കിട്ടി അത് ഡെലിവർ ചെയ്യാൻ നല്ലൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ആക്ച്വലി ചെയ്യാനും വളരെ ഇഷ്ടമാണ്. സ്പീഡും ഫാസ്റ്റും ആണെങ്കിൽ നമുക്ക് ഈ പറയുന്നത് പോലെ എപ്പോഴും നമ്മളൊരു ഇതിനകത്താവാൻ ആയിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഒരു ടൈപ്പ് കാസ്റ്റിങ്ങിലോട്ട് എപ്പോഴും പോകാൻ ചാൻസ് ഉള്ള ഒരു കാറ്റഗറിയാണ് അത്. അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഉണ്ട്. മലയാളത്തില് സംഗീതം കൊടുത്തതിൽ മെലഡിയിൽ ഏറ്റവും ഇഷ്ടം സ്നേഹത്തുമ്പിയാണോ? എനിക്കിഷ്ടമുള്ള പാട്ടാണ്. എനിക്ക് സ്നേഹത്തുമ്പി എല്ലാവരും ഇഷ്ടപ്പെട്ട് എന്നോട് പറഞ്ഞിട്ടുള്ള ഒത്തിരി പാട്ടുകളൊന്നാണ് സ്നേഹത്തുമ്പി. കാര്യം ദാസാറിനെ കൊണ്ട് പാടിക്കുന്ന ആദ്യത്തെ പാട്ടുകളിലൊന്നാണ് സ്നേഹത്തുമ്പി. എനിക്ക് നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ആണ് അത്. വേണ്ട സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ കരയാതെന്നാരോമൽ തുമ്പി നീയില്ലെങ്കിൽ ഞാനുണ്ടോ പൂവേ വാത്സല്യത്തേൻ ചോരും പൂവേ. ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന ആ സംഗീത സംവിധായകനേക്കാളും കൂടുതൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ അറിയപ്പെടുന്നത് ആ ഒരു ഗായകനായിട്ട് മാത്രമായി പോയോ? ഗായകനായിട്ട് എനിക്കതൊരു ഇവിടെ പാട്ടുകാരനായിട്ടാണ് ആക്ച്വലി കൂടുതലും അറിയപ്പെടുന്നത്. കന്നഡയിൽ ഞാൻ ആക്ച്വലി മ്യൂസിക് ഡയറക്ടറാണ്. അവിടെ ഞാൻ അധികം പാടിയിട്ടില്ല. തെലുങ്കിൽ പക്ഷേ ഞാൻ മ്യൂസിക് ഡയറക്ഷനെക്കാളും കൂടുതൽ പാട്ടുകാരനായിട്ടാണ് കൂടുതൽ അറിയപ്പെട്ടിട്ടുള്ളത്. പലയിടത്തും പാട്ടുകാരനായിട്ടാണ്. മ്യൂസിക് ഡയറക്ഷൻ എന്നുള്ളത് ഒരു രണ്ടാമത്തെ ഒരു ഇതിലായിട്ടാണ് അറിയപ്പെടുന്നത്. മലയാളത്തിൽ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്ത് ഇപ്പോൾ ഈ പറഞ്ഞ നമ്മൾ അന്യഭാഷ ചിത്രങ്ങളിലേക്ക് പോകുമ്പോൾ മലയാളത്തിൽ ഒരു ബ്രേക്ക് അത് എടുത്തതാണോ, അതോ ഈ തേടി വന്ന സിനിമകളൊക്കെ പലതും വേണ്ട എന്ന് വെച്ച് സ്വയം മാറ്റി വെച്ചതാണോ? വേണ്ടെന്നുള്ളതല്ല, ഒത്തിരി സമയത്ത് കമ്മിറ്റ് ചെയ്യേണ്ട പടങ്ങളിൽ നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് കുറവായിരുന്നു. കൂടുതലും വന്ന സിനിമകൾ ചെയ്യാൻ പറ്റാത്ത അവസരങ്ങൾ കുറേ ഉണ്ടായിരുന്നു. അത് കാരണം സ്പ്ലിറ്റായി പോയ കുറച്ച് വർക്ക്സ് ഉണ്ടായിരുന്നു. അത് അന്നും ഇന്നും ആക്ച്വലി കൂടുതലും ഈ യാത്രകളും കോൺസേർട്ടൊക്കെ ആകുമ്പോഴത്തേക്കുള്ള പ്രശ്നങ്ങൾ അതാണ്. കന്നഡയിൽ ഇതുപോലെ തന്നെ പടങ്ങൾ വരുമ്പോഴുള്ള നമ്മുടെ ഒരു അവൈലബിലിറ്റി പ്രോബ്ലംസ് പലപ്പോഴും അവിടെ ഉയർന്നു വരാറുണ്ട്. പക്ഷേ അത് എന്തൊക്കെയോ കാരണം കൊണ്ട് രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട് പല സമയങ്ങളിൽ. ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിൽ മലയാള സിനിമയുടെ ഒരു വലിയ ഭാഗം അല്ലെങ്കിൽ പിന്നണി ഗാന രംഗത്ത് പിടിച്ചടക്കാം അങ്ങനത്തെ ഒരു തോന്നലൊന്നും പൊതുവേ അങ്ങനെ വരാറില്ലായിരുന്നു അല്ലേ? മ്യൂസിക്കിനെ പറ്റി ഞാൻ പണ്ട് മുതലേ മനസ്സിൽ ഉള്ള ഒരു കാര്യം ഇതാണ്. നമുക്കൊരു പർപ്പസ്ലി നമുക്ക് ഒന്നും ക്രിയേറ്റ് ചെയ്ത് എടുക്കാനുള്ള ഒരു സ്പേസ് അല്ല, പ്രത്യേകിച്ച് സിനിമ ആകുമ്പോഴത്തേക്ക്. കാര്യം നല്ല പാട്ടുകൾ ആയിട്ട് വരുന്നതൊന്നും ചിലപ്പോൾ സിനിമയുടെ വിഷ്വലിൽ ഭംഗി കാണില്ല. ഇല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പാട്ട് ചെയ്യുന്ന സിനിമകൾ അത്യാവശ്യം ആൾക്കാർ കാണണമെന്നില്ല. ഒത്തിരി പോപ്പുലർ ആവുമെന്ന് നമ്മൾ കരുതി ഇറക്കുന്നത്. അതുകൊണ്ട് ഒരു അൺസർട്ടനിറ്റി എപ്പോഴും ഒരു ഫിലിം മ്യൂസിക്കിൻ്റെ ഭാഗമാണ്. കാര്യം നമ്മുടെ ഉദ്ദേശങ്ങൾക്കും ഐഡിയകൾക്കും പോലെ ആയിരിക്കില്ല ചിലപ്പോഴും ഓഡിയൻസിൻ്റെ റിയാക്ഷൻ. നമ്മൾ പലപ്പോഴും ഈ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ നേരെ റിവേഴ്സ് വരും. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ജഡ്ജ്മെൻറ്റ് കപ്പാസിറ്റി വേണം. അതായത് നമ്മൾ കമ്പോസ് ചെയ്യുമ്പോഴും നമുക്ക് ആൾക്കാർ ഇഷ്ടപ്പെടുത്ത രീതിയിലുള്ള ചെയ്യാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. പക്ഷേ എൻ പ്രോഡക്റ്റ് ഫിലിമിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നൊക്കെ ബേസ് ചെയ്തിരിക്കും. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട്, സിനിമാ പാട്ടുകളെ സിനിമ നന്നായിട്ട് സഹായിച്ചാൽ കുറച്ചുകൂടെ ഒത്തിരി ബെനിഫിറ്റ് ആയിരിക്കും. നമ്മുടെ സിനിമ പാട്ടിനി എങ്ങനെയാണെങ്കിലും ഫിലിമിൻ്റെ ഒരു പോരായ്മയിൽ ചിലപ്പോഴും ഒത്തിരി മുങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട് പല ഫിലിം സോങ്സും. പിന്നെ അല്ലെങ്കിൽ പിന്നെ തിരിച്ചു വരാറുണ്ട്, സഹായിക്കുന്നുണ്ട്. അത് ഈ റീൽസിലൊക്കെ ചില പാട്ടുകൾ വന്നിട്ട് പിന്നെ വീണ്ടും പിക്കപ്പ് ആവുന്നതുകൊണ്ട് അത് ഇച്ചിരി ഒരു റെയർ ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് തോന്നിയത്. അങ്ങനെ പ്രതീക്ഷിച്ച് വന്ന പാട്ടായിരുന്നു തെമ്മാടിക്കാറ്റ്. അങ്ങനത്തെ ആക്ച്വലി അത് കുറേ നാൾക്ക് ശേഷം പിന്നെയാണ് അത് പോപ്പുലർ ആയത്. പിന്നെയാണ് ഇറങ്ങിയ സമയത്തെക്കാട്ടിലും പിന്നെയാണ് ഒത്തിരി പോപ്പുലർ ആയത് ആ പാട്ട്. ഭയങ്കര രസമുള്ള ഒരു വൈബാണ്. അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ. കണ്ണേ 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 എൻ്റെ കൺമണി പെണ്ണിനെ പുൽകാതെ പൊന്നെ ഹേയ് പൊന്നെ കൊന്ന പൊന്നരഞ്ഞാണമിളക്കാതെ ആലിലയിലൂഞ്ഞാലടിക്കണ്ടോളം തുള്ളി നടക്കാതെ പൂങ്കൊമ്പിലെ പൂമരത്തുമ്പി പൂക്കില തുള്ളിച്ചു പോകാതെ തെമ്മാടിക്കാറ്റ്.
മലയാളത്തിൽ നിന്ന് ഇത് കഴിഞ്ഞിട്ട് തമിഴിലേക്കും കന്നഡയിലേക്കും തെലുങ്കിലേക്കും ഒക്കെ പോയി. അതൊക്കെ ഒരു വേറെ ലോകമായിരുന്നു അല്ലേ മലയാള സിനിമയായിട്ട് വെച്ച് നോക്കുക? അവിടുത്തെ ഇവിടുത്തെ വ്യത്യാസം എപ്പോഴും പ്രത്യേകിച്ച് എല്ലാവരും ഒരു വലിയ ഗ്രൂപ്പിനെ ഇഷ്ടപ്പെടുത്തി എടുക്കുക എന്നുള്ളൊരു കടമ്പയുണ്ട്. അതൊരു ചലഞ്ചായിട്ടാണ് തോന്നുന്നത്. പലപ്പോഴും അറിയാമല്ലോ, ഫിലിം മ്യൂസിക് എന്ന് പറയുമ്പോൾ അതിനൊരു കോംപ്രമൈസ് എന്നുള്ളൊരു ഘടകമുണ്ട്. അപ്പോൾ ഇതിന് ഡയറക്ടറുടെ തീരുമാനവും നമ്മുടെ ഇഷ്ടവും ഇല്ലെങ്കിൽ റൈറ്ററോ ആരൊക്കെയാണ് വരുന്നത്, ഈ എല്ലാവരുടെയും ഇഷ്ടങ്ങളനുസരിച്ച് നമ്മൾ പെരുമാറി ഒരു പ്രോഡക്റ്റിൽ കൊണ്ട് എത്തിക്കുക എന്നുള്ളത് സിനിമ പാട്ടിൻ്റെ ഒരു വലിയൊരു കഠിനമായ ഒരു ഫാക്ടറികളിലൊന്നാണ്. അല്ലാതെ എനിക്ക് ഇതാണ് മ്യൂസിക് എന്ന് പറയും നമ്മളിപ്പോൾ ഇതൊക്കെ അങ്ങനത്തെ ഒരു മനസ്സും എന്നോടില്ല. ഈ പുതിയ ജനറേഷൻ സോഷ്യൽ മീഡിയയിൽ തന്നെ നിൽക്കുന്ന ആ ഒരു യങ് ജനറേഷൻ മ്യൂസിക്കിന് എത്രത്തോളം സഹായമായിട്ട് അല്ലെ അവരുടെ ഒരു കൺസെപ്റ്റൊക്കെ എങ്ങനെയാണ് തോന്നുന്നത്? തീർച്ചയായിട്ടും അവർ മ്യൂസിക്കിന് ഒത്തിരി സഹായിക്കുന്ന ഒരു തലമുറയായിട്ട് എനിക്കെപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. കാര്യം ഒത്തിരി പേര് ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയാസും ഇല്ലെങ്കിൽ മ്യൂസിക് നമ്മൾ ഈ പറയുന്ന പോലെ സോ കോൾഡ് വൈബ് ആഗ്രഹിക്കുന്നവരാണ്. പിന്നെ എപ്പോഴും ഹാപ്പിനെസ് അവർ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു ത്വരയുണ്ട്. പണ്ടത്തേനെക്കാട്ടിലും അവരുടെ മനസ്സിലെ ഇമേജ് റിവീൽ ചെയ്യാനും ഇല്ലെങ്കിൽ അവരുടെ ഹാപ്പിനെസ് വെളിയിൽ കൊണ്ടുവരണം അവർ മ്യൂസിക്കിനൊരു ആ രീതിയിൽ കാണുന്നതിനോട് വളരെ താല്പര്യമാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ കോളേജിലാണെങ്കിലും ഫങ്ഷനിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ പറയുന്നതിൽ ഒരു ഹാപ്പിനെസ് കാണുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര സന്തോഷമാണ്. അതിന് യൂത്ത് ഭയങ്കരമായിട്ട് അത് നമ്മുടെ സമയത്തെക്കാട്ടിലും ഇപ്പോഴത്തെ തലമുറ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. സംഗീതം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഫിലോസഫിയിലെ ഒരു ഡോക്ടർ ജാസി ഗിഫ്റ്റ് കൂടി ഉണ്ടല്ലോ. ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഫിലോസഫി എന്താണ്? ജീവിതത്തിലെ ഏറ്റവും വലിയ ഫിലോസഫികൾ നമ്മൾ മനസ്സിലാക്കി വരാൻ ഒത്തിരി ലേറ്റ് ആവുന്നു എന്നുള്ളതൊരു ഘടകമാണെങ്കിൽ എപ്പോഴും ഏറ്റവും വലിയ ഫിലോസഫികളൊന്ന് എന്താണ് എന്താണ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയാൻ വേണമെങ്കിൽ ഈ പറയുന്ന പോലെ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ കഴിയാൻ ശ്രമിക്കുക. ഈ പറയുന്നത് പോലെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളെല്ലാം അറിയാം, നമ്മളെല്ലാവരും നേരായിട്ടുള്ളൊരു ലൈഫിലേക്കാണ് എല്ലാവരും പോകുന്നതെങ്കിലും ആർക്കും നമ്മൾ കാരണം പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ പോകുന്നൊരു ലൈഫ് ലീഡ് ചെയ്യുകയാണ് എനിക്ക് തോന്നിയ ഏറ്റവും ബെസ്റ്റ് ഫിലോസഫിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് മത്സരമുള്ള ഒരു ഫീൽഡ്. അതെ, അങ്ങനത്തെ ഒരു ഇപ്പം മലയാള സിനിമ തന്നെ വിവേചനങ്ങളൊന്നുമില്ലാത്ത ഒരിടമാണ് മലയാള സിനിമ. അങ്ങനെ കരുതിയിട്ടുണ്ടോ? അതോ ഇതിനെല്ലാം മാറി നിൽക്കുന്നതാണ് അവനവൻ്റെ പോളിസി എന്നുള്ളതിന് അതിനെക്കുറിച്ചൊന്നും ബോധേഡല്ല എന്നാണ്? ഇല്ല, ഇത് പേഴ്സണലൈസ്ഡ് ആയിട്ട് നമ്മൾ എപ്പോഴും പറയാറില്ല. നമ്മളിപ്പോൾ ഒരു കമ്പാരിസണോ അതല്ലാതെ നമ്മളൊരു കോമ്പറ്റേറ്റീവ് മൈൻഡിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഒരു ആവശ്യമില്ലാത്ത ഘടകങ്ങളിലൊന്നാണ് നമുക്ക് ഈ പറയുന്നത് പോലെ എന്താണ് ഒരു ഷോ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു സംഭവങ്ങളിലേക്ക് നമ്മൾ കൊണ്ട് തലവെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ഇതൊരു വേറൊരു മുഖമായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളിൽ ഒതുങ്ങി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്കൊരു മൈൻഡ് പീസ്ഫുള്ളായിരിക്കും. ഈ പറയുന്നത് പോലെ നമുക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് പുതിയത് ചെയ്യാൻ തുടങ്ങിയാലും നമ്മളിൽ ഒതുങ്ങി നിന്നാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ഞാൻ മലയാള സിനിമയെക്കുറിച്ച് ചോദിക്കാൻ കാരണം ഒരു കാലത്ത് പുതിയ ഗായകർക്ക് പുതിയ സംഗീത സംവിധായകർക്കൊക്കെ കടന്നു വരാൻ പോലും പറ്റാതിരുന്നത്, വന്നാൽ തന്നെ കാലുറപ്പിച്ച് നിൽക്കാൻ പറ്റാത്തൊരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നല്ലോ ഒരു സമയത്ത്. അതൊക്കെ മാറിയത് ഈ ഒരു കാലഘട്ടം, അത് പൂർണ്ണമായിട്ട് മാറിയെന്ന് വിചാരിക്കുന്നുണ്ട്? സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ആക്ച്വലി എല്ലാം നമ്മുടെ കൈകളിൽ തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അറിയാം, സിനിമ പാട്ട് അല്ലാത്ത എത്രയോ ആർട്ടിസ്റ്റുകളെ നമുക്കിപ്പോൾ അറിയാൻ പറ്റും. പണ്ട് ഒരു പാട്ടുകാരൻ എന്ന് പറയുമ്പോഴത്തേക്ക് സിനിമയിൽ പാടണം, സിനിമയിൽ പാടിയാൽ പാട്ടുകാരനാവും എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു പണ്ട്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം നമ്മൾ വർക്ക് ചെയ്ത് നമ്മുടെ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്ത് ബെറ്റർ ആക്കുകയാണെങ്കിൽ നമുക്കൊരു സ്പേസ് തീർച്ചയായിട്ടും ഉണ്ട്. അതനുസരിച്ച് സോഷ്യൽ മീഡിയ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അത് കേൾപ്പിക്കാൻ പറ്റും. നമ്മുടെ പ്രോഡക്റ്റ് എന്താണെങ്കിലും നമ്മുടെ വർക്ക് മറ്റുള്ളവരെ കേൾപ്പിച്ച് ഇഷ്ടപ്പെടുത്താനുള്ളൊരു സംഭവം ഇപ്പോഴും ഉണ്ട്. എന്നെങ്കിലും കാലത്ത് ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗീത സംവിധായകനെ, ഗായകനെ എവിടെയെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടോ മലയാള സിനിമ? ഇല്ല, മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം മാറ്റി നിർത്തിയെങ്കിൽ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മത്സരങ്ങളിൽ നിന്നും ആൾക്കൂട്ടങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ഒത്തിരി ശ്രമിക്കാറുണ്ട്. അത് പണ്ടുപോലെ എൻ്റെ ഒരു ബേസിക് നേച്ചർ അങ്ങനെയാണ്. ഞാൻ പണ്ട് ഞാൻ ഹോട്ടലിലൊക്കെ കീബോർഡ് വായിക്കുമ്പോഴത്തേക്ക്
പാട്ട് പാടാൻ പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. പ്രത്യേകിച്ച് ഹോട്ടലിനകത്തൊക്കെയാണെങ്കിൽ പ്രശ്നമില്ല, ഞങ്ങൾക്ക് അങ്ങനെ വെളിയിൽ ഷോ ചെയ്യേണ്ടി വരും. വെളിയിൽ ഷോ ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ക്രൗഡിനെ ഫേസ് ചെയ്യുക ഭയങ്കര ഒരു സംഭവമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ആ സമയത്തൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ പിന്നെ കാലം മാറും തോറും നമ്മളിത് മാറി മാറി വന്നു. ചില പാട്ടിനെയൊക്കെ വിമർശിച്ചുകൊണ്ട് മലയാളത്തിലൊക്കെ പല വിമർശനങ്ങൾ വന്നല്ലോ, അതുകൊണ്ട് കൂടിയാണോ അങ്ങനെ ഒരു സംഗീത സംവിധായകൻ കുറച്ച് മാറി മറ്റ് അവിടെ കുറച്ചും കൂടെ നല്ല സ്വീകരണം കിട്ടിയിട്ടുണ്ടാകുമോ എന്നൊക്കെ? പക്ഷെ അത് ആക്ച്വലി കന്നഡ ഒത്തിരി ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ തമിഴാണെങ്കിലും കന്നഡയിൽ ആക്ച്വലി ബ്രേക്ക് കിട്ടാൻ പ്രധാന കാരണം അവിടെയും ഈ 4 ലാംഗ്വേജുകളിൽ ഈ ലജ്ജാവതി ഇറക്കിയ സമയത്ത് കന്നഡയിലെ ലജ്ജാവതിയാണ് ഏറ്റവും കുറച്ച് സക്സസ് ആയത് ഈ ബാക്കിയുള്ള അവിടെ. പക്ഷേ ഈ ആ ലജ്ജാവതി ഉള്ള ആ കാസറ്റിൽ തന്നെ വേറൊരു സോങ് ഭയങ്കര ഹിറ്റായി, ഏനോന്ധര എന്നുള്ള സോങ്. അതൊരു മെലഡി പാട്ടായിരുന്നു. അന്നത്തെ ശ്രേയയും ഷാനും, ഹിന്ദിയിലെ ഷാനോടെ പാടിയൊരു പാട്ടും. അങ്ങനെ ആ സമയത്ത് കുറേ സോഫ്റ്റ് ആയിട്ടുള്ള സോങ്സ് ചെയ്യാൻ പറ്റി. പിന്നെ എപ്പോഴും അവസരങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് പോയി ചോദിക്കാറില്ല, പ്രത്യേകിച്ച് PR വർക്ക് ചെയ്യാറില്ല, ഏജൻസിനെ കൊണ്ട് വാങ്ങിക്കാറില്ല, കമ്മീഷൻ കൊടുത്ത് ആ പരിപാടികളൊന്നും പണ്ടും ഞാൻ പോയിട്ടില്ല. ഇപ്പോഴും അതിന് താല്പര്യമില്ല. നമുക്ക് എന്താണ് നമുക്ക് മലയാള സിനിമയിൽ നടക്കുന്നുണ്ടോ? അങ്ങനെയില്ല, ഞാൻ പറയുന്നത് നടക്കുന്നുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. അതിപ്പം നമുക്ക് അങ്ങനെ വ്യക്തമായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അന്യഭാഷാ ചിത്രങ്ങളുടെ പാട്ടുകൾ പറയുമ്പോൾ അന്യന്റെ പാട്ട് ഞാൻ പറയാൻ വിട്ടു, അത് പറയാതെ മുന്നോട്ട് പോകാതെ രണ്ടുപേരും പാടാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. അന്യനിലെ പാട്ടും ഓർമ്മിക്കുമ്പോഴത്തേക്ക് KK ആണ് ഓർമ്മ വരുന്നത്. KK അതൊക്കെ ഇപ്പോഴില്ല. 4 പേരാണ് ആ പാട്ട് ആക്ച്വലി പാടിയിരിക്കുന്നത്, സൈന്ധവി, ശ്രേയ ഘോഷാൽ, ഞാൻ, KK. അത് ആക്ച്വലി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ശങ്കർ സാറാണ് ഡയറക്ടർ വിളിക്കുന്നത് ആ പാട്ടിന്. ഭയങ്കര വലിയ ടീമിൻ്റെ കൂടെ വലിയ വർക്ക് ചെയ്യാൻ, അതൊരു വലിയൊരു സംഭവമാണ്. അതെ, പ്രത്യേകിച്ച് ആ പാട്ട് വൈരമുത്തു സാറാണ് എഴുതിയിരിക്കുന്നത്. ഇത്രയും വലിയൊരു കോമ്പിനേഷൻ, ഹൈറിസ് ജയരാജ് മ്യൂസിക്. അത് ആ വർഷത്തെ തമിഴിലെ ഏറ്റവും നമ്പർ 1 സോങ് ആയിരുന്നു എല്ലാ സ്ഥലങ്ങളിലും. അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റി. കൊണ്ടക്കാരി ചുവല്ലെ തൊണ്ടക്കാരി അയ്യാറെട്ട് പല്ലുകാരി ഐരമീന് കണ്ണുകാരി പൂവാലൊരു പോடு போட்டா செய்வ காட்டு வேட்டக்காரி காதல் பூச்சாண்டி உள்ராவில் பூச்சாண்டி பச்சை தண்ணியில் ஒத்த பார்வை வத்து வச்சாண்டி தாண்டி குடி தாண்டி ஓந்தாவணி தொட்டேண்டி മുത്തത്താല വേർവയെല്ലാം സുത്തം ചെയ്യണ്ടി അണ്ടങ്കാക്ക കൊണ്ടക്കാരി അച്ചുവല്ല തൊണ്ടക്കാരി. പരിവർത്തിത ക്രൈസ്തവ വികസന കോർപ്പറേഷൻ്റെ ചെയർമാനായിട്ട് അപ്പം സംഗീതം പിന്നെ രാഷ്ട്രീയം ഇതൊക്കെ ഒരു പക്ഷേ 2 തലത്തിലൊക്കെ നിൽക്കുന്ന വിഷയമായിട്ട് വരാൻ ഒരല്പം കൂടെ, എങ്കിലും രാഷ്ട്രീയം മനസ്സിലുണ്ടായിരുന്നു എല്ലാ കാലത്തും. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു എൻ്റെ കോളേജ് ടൈം. അവിടെ അറിയാമല്ലോ നമുക്ക്, അവിടെ സംസ്കാരം എന്ന് വെച്ചാൽ ഒരു കൾച്ചറൽ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ഇതാണ്. അങ്ങനെയാണ് ആക്ച്വലി ഇതിലേക്ക് വരുന്നത്. സംസ്കാരമാണ് പിന്നെ ആക്ച്വലി നമ്മുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം മുന്നോടിയായിട്ട് വെളിയിലേക്ക് വന്നതും അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ. ഡിവോഷണൽ സോങ്സിലും അതിൽ നിന്നും എപ്പോഴും സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. അതെന്തെങ്കിലും കാര്യമായിട്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ ആ ഒരു മേഖലയിൽ? എല്ലായിടത്തും ആക്ച്വലി ടെക്നിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് ഫുള്ള് വന്നിട്ടുണ്ട്. പാട്ടിനോടുള്ള ആൾക്കാരുടെ ഒരു അപ്രീസിയേഷനിലും വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ എപ്പോഴും അന്നും ഇന്നും മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, എപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള ട്യൂണുകൾക്ക് ഒരു സ്ഥാനം അന്നും ഇന്നുണ്ട്. അതാണ് ഇപ്പോഴും നമുക്കറിയാം. ഇപ്പോൾ വീണ്ടും പൂമാനമേ എന്നുള്ള സോങ് ഇപ്പോൾ ഹിറ്റായതിൻ്റെ കാര്യം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു എലമെൻ്റ് അവർ എപ്പോഴും മലയാളികൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഒരു ഭയങ്കര വെൽക്കമിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ പഴയ ഗാനങ്ങളെ കുറിച്ചിട്ട് പറയുമ്പോൾ ഇപ്പോഴും ഓടുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഈ അഴകാലിലം അത് ഭയങ്കരമായിട്ട് റീൽസുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. അതെ, അടുത്ത് ഞാനത് പാടണം. അതിൽ നമുക്ക് അവസാനിപ്പിക്കാം. അഴകാലില മഞ്ഞച്ചരടില് പൂത്താലേ മഴവില്ലിൻ കസവുലയും മുകിൽ പുടവ ചുറ്റി കുന്നിമണി കൊലുസണിഞ്ഞ് വയൽക്കിളി വരവാ കുരുന്നില പടർപ്പിനുള്ളിൽ
കുളിർമൊഴിയൊഴുകി ഏഴഴകായി പൂങ്കവിളിൽ ചിന്നി നിന്നാണം എൻ കരളിൻ താഴ്വരയിൽ ചെമ്പകപ്പൂമഴ അഴകാലില മഞ്ഞച്ചരടിൽ പൂത്താലേ മഴവില്ലിൻ കസവുലയും മുകിൽ പുടവ ചുറ്റി. മലയാളിക്ക് കേട്ടിട്ടും കേട്ടിട്ടും മതിയായിട്ടില്ല ജാസി ഗിഫ്റ്റിനെ. കാത്തിരിക്കുന്നു പുതിയ പാട്ടുകൾക്കായി. ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.